ഹലോ എവരി വൺ. നമ്മൾ നോക്കുന്നത് 2026 ജെഇ മെയിൻ്റെ ഫേസ് 1 22 നടന്ന ഷിഫ്റ്റ് 1 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലെ ഫസ്റ്റ് ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത് വെക്ടർ ഓൾജിബ്ര എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്തെ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞ ആ ടോപ്പിക്കിൽ നിന്നാണ്. പ്രൊജക്ഷൻ ഓഫ് എ വെക്ടർ എന്ന് പറഞ്ഞൊരു ടോപ്പിക്കും കൂടെ ക്ലബ് ചെയ്ത് വരുന്ന ഒരു ടോപ്പിക്കിനാണ് ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ ഈ ചോദ്യത്തിലേക്ക് ഒന്ന് പോയാലോ. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് വെക്ടേഴ്സ് ആയിട്ട് തന്നിട്ടുണ്ട്. വെക്ടർ എ ബി ഈക്വൽ ടു 2i + 4j - 5k എന്ന് തന്നിട്ടുണ്ട്. ആൻഡ് വെക്ടർ എ ഡി ഈക്വൽ ടു i + 2j + λk എന്ന് തന്നിട്ടുണ്ട്. where lambda belongs to real number, then let the projection of the vector v നമുക്ക് തന്നിട്ടുണ്ട് i + j + k on the diagonal vector AC of the parallelogram ABCDB length of 1 unit. Okay, ready? Then if alpha and beta, where alpha greater than beta, be the roots of the equation lambda square x square minus 6 lambda x plus 5 equal to 0, then 2 alpha minus beta എത്ര നമ്മളുടെ ചോദ്യം. അപ്പോൾ ഈ ചോദ്യത്തിന്റെ കോൺസെപ്റ്റ് ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് കൃത്യമായിട്ട് പറയാം. അപ്പോൾ ഇവിടെ ABCD എന്ന് പറഞ്ഞൊരു പാരലോഗ്രാം ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം, ABCD എന്ന് പറഞ്ഞ പാരലോഗ്രാം നമുക്ക് വരയ്ക്കാം. ക്ലിയർ ആണല്ലോ. അപ്പം ABCD എന്ന് പറഞ്ഞ പാരലോഗ്രാം നമ്മൾ വരയ്ക്കുകയാണ്. അപ്പം ഇതാണ് നമ്മുടെ പാരലോഗ്രാം എന്ന് വിചാരിക്കുക. ഓക്കെ, ABCD. സോ ABCD. ഓക്കെ, ദെൻ നമുക്ക് വെക്ടർ എ ബി തന്നിട്ടുണ്ട്. ഏതാണ്? ഇതാണ് വെക്ടർ എ ബി. ആൻഡ് വെക്ടർ എ ഡി നമുക്ക് തന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വെക്ടർ എ ഡി എന്ന് പറയുന്നത്. ഓക്കെ, റെഡി. ഇനി നമ്മളോട് പറയുന്നത് എന്താ, ലെറ്റ് ദ പ്രൊജക്ഷൻ ഓഫ് ദ വെക്ടർ വി നമുക്ക് തന്നിട്ടുണ്ട് ഓൺ ദ ഡയഗണൽ വെക്ടർ എ സി. അപ്പൊ എ സി എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, എ സി എന്ന് പറഞ്ഞാൽ ഇതാണ് അല്ലേ. സോ എ സി എന്ന് പറഞ്ഞ ഡയഗണൽ ഏതാണ്? ഇതാണ് നമ്മുടെ എ സി എന്ന് പറഞ്ഞ ഡയഗണൽ. ക്ലിയർ ആണല്ലോ. സോ എടാ വെക്ടർ എ ബി നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ്? 2i + 4j - 5k അല്ലേ. 2i + 4j - 5k ആണ്. ദെൻ എടാ ഈ സൈഡ് എന്തായിരിക്കും? ബി സി എന്ന് പറയുന്നത് ഈ എ ഡിയോട് പാരലൽ അല്ലേ ബി സി. അപ്പൊ സെയിം സൈഡ് തന്നെ ആയിരിക്കുമല്ലോ, സെയിം ലെങ്ത് തന്നെ ആയിരിക്കുമല്ലോ. അപ്പൊ വെക്ടർ സെയിം തന്നെ ആയിരിക്കുമല്ലോ. സോ ബി സി എന്ത് തന്നെ വരും? നമുക്ക് i + 2j + λk തന്നെ വരും അല്ലേ. i + 2j + λk എന്ന് തന്നെ വരും. മക്കളെ, ട്രയാങ്കിൾ ഓഫ് വെക്ടർ അഡീഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് വിളിക്കാം? ഈ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ രണ്ട് സൈഡിന്റെയും കൂടെ സം ആയിരിക്കും. ക്ലിയർ ആണല്ലോ. സോ വെക്ടർ എ സി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. റെഡി ആണല്ലോ. സോ വെക്ടർ എ സി നമുക്ക് കണ്ടുപിടിക്കാം. സോ വെക്ടർ എ സി എത്ര വരും? ഇത് ആഡ് ചെയ്താൽ മതി അല്ലേ. സോ നമുക്ക് എത്ര കിട്ടും? 2 1 3. സോ നമുക്ക് 3i കിട്ടും. ദെൻ 3i. ദെൻ ഇവിടെ നമുക്ക് എത്ര കിട്ടും? 4 + 2 4 + 2 നമുക്ക് 6j കിട്ടും. നെക്സ്റ്റ് അടുത്ത നമുക്ക് നോക്കിയാൽ ലാംഡ ± 5. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ലാംഡ -5k എന്ന് എഴുതാം. ലാംഡ -5k എന്ന് എഴുതാം. ക്ലിയർ ആണല്ലോ. സോ എ സി എന്ന് പറഞ്ഞ വെക്ടർ നമുക്ക് കിട്ടി. ക്ലിയർ ആണല്ലോ. അപ്പൊ അത് റെഡിയാണ്. ഇനി അടുത്ത നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താ? ദ പ്രൊജക്ഷൻ ഓഫ് ദ വെക്ടർ വി ഓൺ വെക്ടർ എ സി എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പ്രൊജക്ഷൻ ഓഫ് വെക്ടർ വി ഓൺ വെക്ടർ എ സി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? പ്രൊജക്ഷൻ ഓഫ് വെക്ടർ വി ഓൺ വെക്ടർ എ സി എന്ന് പറഞ്ഞാൽ വെക്ടർ വി ഡോട്ട് വെക്ടർ എ സി ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ സി ആണ് അല്ലേ. നമ്മൾ പ്രൊജക്ഷൻ പഠിച്ചിട്ടുണ്ട്. പ്രൊജക്ഷൻ ഓഫ് വെക്ടർ എ ഓൺ വെക്ടർ ബി എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതുന്നത്? വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ബി. പ്രൊജക്ഷൻ ഓഫ് വെക്ടർ ബി ഓൺ വെക്ടർ എ എന്ന് പറഞ്ഞാലോ വെക്ടർ ബി ഡോട്ട് വെക്ടർ എ ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ എന്നാണ് നമ്മൾ എഴുതുന്നത് അല്ലേ. സോ പ്രൊജക്ഷൻ കാര്യം നമുക്ക് പറഞ്ഞിട്ടുണ്ട്. പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? ഒരു ലെങ്ത് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് വെക്ടർ ബി ഇതാണ്, വെക്ടർ എ ആണ്. സോ പ്രൊജക്ഷൻ ഓഫ് വെക്ടർ എ ഓൺ വെക്ടർ ബി എന്ന് പറഞ്ഞാൽ എന്താണ്ട് ഈ ഒരു ലെങ്ത് ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് പ്രൊജക്ഷൻ എത്രയും തന്നിട്ടുണ്ട് നോക്കിക്കേ. Let the projection of vector on the diagonal vector AC of the parallelogram ABCD be of length of 1 unit. So അപ്പോൾ ഈ പ്രൊജക്ഷൻ എത്രയും തന്നിട്ടുണ്ട്? 1 യൂണിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. റെഡിയാണോ മക്കളെ? ഓക്കെ, സോ നമുക്ക് ഇനി എന്ത് ചെയ്യാം? ഇവിടെ സോൾവ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇതിനെ നമുക്ക് ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. സോ നമുക്ക് എന്ത് കിട്ടും? വി ഡോട്ട് എ സി ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ സി നമുക്ക് കിട്ടും. സോ വി എന്ന് പറഞ്ഞ വെക്ടർ എന്തായിരുന്നു? വി ഈക്വൽ ടു i + j + k എന്ന് പറഞ്ഞ വെക്ടർ ആയിരുന്നു അല്ലേ. നോക്കിക്കേ, വി ഈക്വൽ ടു i + j + k ആയിരുന്നു നമുക്ക് തന്നിരുന്ന വെക്ടർ. ക്ലിയർ അല്ലേ. സോ നമ്മൾ വി ഡോട്ട് എ സി ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? എ സി എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ എ സി. സോ വി ഡോട്ട് എ സി എടുത്താൽ എത്ര കിട്ടും മക്കളെ? 3 + 6 + λ -5 ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ സി. എ സി എന്ന് പറഞ്ഞ വെക്ടർ ഇതാണെങ്കിൽ
ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്ര കിട്ടും? റൂട്ട് ഓഫ് 3 സ്ക്വയർ 9 പ്ലസ് 6 സ്ക്വയർ 36 ദെൻ ലാംഡ മൈനസ് 5 ഹോൾ സ്ക്വയർ അല്ലെ, ലാംഡ മൈനസ് 5 ഹോൾ സ്ക്വയർ. ക്ലിയർ ആണല്ലോ? അപ്പോൾ അത്രയും നമ്മൾ എഴുതിയിട്ടുണ്ട്. സോ അപ്പോൾ ഇവിടെ നമുക്കിനി എന്ത് കിട്ടും? 3 + 6 അത് നമുക്ക് എത്ര കിട്ടും? 9 കിട്ടും. ദെൻ പ്ലസ് ലാംഡ മൈനസ് 5 അപ്പോൾ നമുക്ക് എത്ര കിട്ടും? അത് 4 + ലാംഡ എന്ന് ഒറ്റയടിക്ക് തന്നെ എഴുതാം അല്ലേ. കാൽക്കുലേഷൻസ് മാക്സിമം നമ്മൾ കുറയ്ക്കുക. 4 + ലാംഡ. ദെൻ ഇവിടെ നമുക്ക് എത്ര കിട്ടും മക്കളെ? 36 + 9 നമുക്ക് 45 കിട്ടും. സോ റൂട്ട് 45 പ്ലസ് ലാംഡ മൈനസ് 5 ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. സോ രണ്ട് സൈഡിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? സ്ക്വയർ എടുക്കുന്നു. അപ്പോൾ റൂട്ട് നമുക്ക് അപ്പുറത്തുനിന്ന് പോകും. ഇവിടെ നമുക്ക് 4 + ലാംഡ ഹോൾ സ്ക്വയർ കിട്ടും. ഇവിടെ നമുക്ക് 45 പ്ലസ് ലാംഡ മൈനസ് 5 ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. സോ ഇത് എക്സ്പാൻഡ് ചെയ്ത് നമുക്ക് എത്ര കിട്ടും? 16 + 8 ലാംഡ പ്ലസ് ലാംഡ സ്ക്വയർ എന്ന് വരും. ഇവിടെ നമുക്ക് 45 പ്ലസ് ലാംഡ സ്ക്വയർ മൈനസ് 10 ലാംഡ പ്ലസ് 25 എന്ന് വരും. സോ ഇവിടെ നമുക്ക് ലാംഡ സ്ക്വയറും കട്ട് ചെയ്ത് കളയാം. ദെൻ ഇത് ബാക്കി സോൾവ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 18 ലാംഡ ഈക്വൽ ടു നമുക്ക് 54 എന്ന് കിട്ടും. സോ ലാംഡയുടെ വാല്യൂ നമുക്ക് 54/18 ചെയ്താൽ എത്ര കിട്ടും മക്കളെ? 3 കിട്ടും. ഓക്കെ, സോ ലാംഡ ഈക്വൽ ടു 54/18 കിട്ടും, 3 എന്ന് കിട്ടും. ലാംഡയുടെ വാല്യൂ 3 കിട്ടിയല്ലോ. ഓക്കെ, അവിടെ വരെ നമുക്ക് സെറ്റാണ്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അപ്പോൾ ആ പരിപാടി എല്ലാം കഴിഞ്ഞു. നെക്സ്റ്റ്, if alpha and beta where alpha greater than beta be the roots of the quadratic equation. ഏതാ quadratic equation? ക്വസ്റ്റ്യൻ നേരെ മാറിപ്പോയിരിക്കുന്നു, quadratic equationലേക്ക് വന്നിരിക്കുന്നു. റെഡി അല്ലേ? അപ്പോൾ quadratic equationനും കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ ക്ലബ് ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, സോ ലാംഡ സ്ക്വയർ എക്സ് സ്ക്വയർ മൈനസ് 6 ലാംഡ എക്സ് പ്ലസ് 5 ഈക്വൽ ടു 0. അപ്പം വെക്ടറിന്റെ കോൺസെപ്റ്റ് ഇവിടെ കൊണ്ട് കഴിഞ്ഞു. ലാംഡ കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു അവിടെ വെക്ടറിന്റെ കോൺസെപ്റ്റ് നമ്മൾ ഉപയോഗിച്ച് ചെയ്ത പ്രൊജക്ഷൻ ഒക്കെ വെച്ചിട്ട് ചെയ്തത്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ലാംഡ സ്ക്വയർ എക്സ് സ്ക്വയർ മൈനസ് 6 ലാംഡ എക്സ് പിന്നെ എന്ത് വരുന്നു? പ്ലസ് 5 ഈക്വൽ ടു 0 അല്ലേ. പ്ലസ് 5 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമുക്ക് അവിടെ ഉണ്ട്. അപ്പോൾ ലാംഡയുടെ വാല്യൂ നമുക്ക് ഇപ്പോൾ എത്ര കിട്ടി? 3. അപ്പോൾ ഇതിനകത്ത് നമ്മൾ 3 ഇട്ട് കൊടുത്താൽ 3 സ്ക്വയർ ആകുമ്പോൾ 9x² മൈനസ് 18x പ്ലസ് 5 ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടി. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സുകളാണ് ആൽഫയും ബീറ്റയും എന്ന് പറയുന്നത്. വേർ ആൽഫ ഗ്രേറ്റർ ദാൻ ബീറ്റ. ഓക്കെ, റെഡി അല്ലേ? ആൽഫ ഗ്രേറ്റർ ദാൻ ബീറ്റ. ക്ലിയർ ആണല്ലോ? സോ അങ്ങനെയാണെങ്കിൽ നമ്മളോട് അടുത്തത് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാ? അങ്ങനെയാണെങ്കിൽ 2α മൈനസ് ബീറ്റ എത്രയെന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. എന്താണ്? 2α മൈനസ് ബീറ്റ എത്രയാണ് നമ്മളോട് ചോദിക്കുന്നത്. ഓക്കെ, 2α മൈനസ് ബീറ്റ. അപ്പോൾ ആൽഫയും ബീറ്റയും നമ്മൾ കണ്ടുപിടിച്ചാൽ നമുക്ക് എത്ര കിട്ടും? 2α മൈനസ് ബീറ്റ എത്ര എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. റെഡി അല്ലേ മക്കളെ? സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇനി ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സുകൾ നിങ്ങൾ കണ്ടുപിടിക്കണം. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം? റൂട്ട്സുകൾ കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ എളുപ്പമാണ്, ബുദ്ധിമുട്ടൊന്നുമില്ല. സോ നമുക്ക് റൂട്ട്സ് കണ്ടുപിടിച്ചാൽ നമുക്ക് എത്ര കിട്ടും? എക്സ് ഈക്വൽ ടു 1/3 5/3 കിട്ടും. നിങ്ങൾ റൂട്ട്സുകൾ കണ്ടുപിടിക്കണം കേട്ടോ. ഓക്കെ, റെഡി അല്ലേ? അപ്പോൾ ഇത് കിട്ടി. സോ ഇപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലായി ആൽഫ എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും മക്കളെ? 5/3, കാരണം ഗ്രേറ്റർ വാല്യൂ നമുക്ക് വേണം. ബീറ്റ എന്ന് പറയുന്നത് 1/3 ആണ്. സോ നമുക്ക് ഇനി വേണ്ടത് എന്താണ്? 2α മൈനസ് ബീറ്റ എന്നുള്ള വാല്യൂ നമുക്ക് വേണ്ടത്. സോ 2 ഇൻറ്റു ആൽഫ നമുക്ക് 5/3 മൈനസ് ബീറ്റ എത്രയാ? 1/3. സോ നമുക്ക് 10 മൈനസ് 1/3 എന്ന് കിട്ടും. സോ നമുക്ക് 9/3 എന്ന് കിട്ടും. സോ ആൻസർ എത്ര കിട്ടി? 3 എന്ന് തന്നെ കിട്ടി. ക്ലിയർ ആണോ മക്കളെ? സോ 3 ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ നമ്പർ 3 അല്ലെ, മൂന്നാമത്തെ ഓപ്ഷനാണ് നമ്മളുടെ കറക്റ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ.